മനസ്സിലായോ? ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ജനിക്കുമ്പോ ബുദ്ധി ആയ ഒരാളല്ലല്ലോ നമ്മൾ ആവുക. ഓരോരോ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. യുനോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഐ കെയിം ഫ്രം എ വെരി ഫുൾ ഡ്രോയിങ് റൂം. Now I have very few people to sit on my drawing room. Now I have a big hall, but I have very minimal seats. Nice. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ക്രിയേറ്റീവ് ആണോ എങ്ങനെയാ അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അന്ന് അത് ഭയങ്കര പുതിയ കാര്യമാണ്. ദാറ്റ് യു മെയ്ഡ് യുവർ ഹസ്ബൻഡ് കട്ട് ദ അംബിലിക്കൽ കോർഡ്. അല്ല ചെയ്തില്ല. മൂപ്പര് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടീനെ എടുത്തിങ്ങനെ മേലെ വെക്കണം, ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടീനെ മേലെ വെക്കണം. അത് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഡോക്ടറുടെ അടുത്ത്. ഇതൊക്കെ ഞാൻ ആലോചിച്ചെടുത്തതാണോ? അതൊക്കെ ഐ എൻജോയ്ഡ്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഐ എൻജോയ്ഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ജസ്റ്റ് റിയാലിറ്റി ഷോവും മൂവീസും ചെയ്തതാണ്, ഷോസ് ചെയ്തതാണ്, ഡാൻസ് ഷോസ് ചെയ്തതാണ്. ആ വയറ് വെച്ചിട്ട് ഐ തിങ്ക് ഐ വാസ് സോ ഫോർ ഇറ്റ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെൻ്റാണ് പ്രഗ്നൻസി. ഞാൻ തോട്ട് വന്നത് കുട്ടിയെ എടുത്ത് ഇങ്ങനെ വെക്കാം, അപ്പൊ ഹസ്ബൻഡ് വന്നത് കട്ട് ചെയ്യണം. അതൊക്കെ എങ്ങനെയാ അത് ഇമാജിൻ ചെയ്തത്? അത് എനിക്ക് തോന്നി. എനിക്ക് ആ ഒരു ലൈഫ് എൻ്റെ വയറിൻ്റെ മുകളിൽ, എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അവളിങ്ങനെ ഇളകി ഒന്ന് ചെയ്തപ്പോൾ ഞാൻ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അത് അമ്മമാർക്ക് മനസ്സിലാക്കാം. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അമ്മമാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അംബിക്കൽ കോഡ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഇത്ര ദൂരവും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീ പറയാണ് അവിടുന്ന് ഇവിടെ എത്താൻ എനിക്ക് പറ്റിയില്ല. ആ ഒരു എന്തോ മുപ്പര് അങ്ങനെ സ്തംഭിച്ചു പോയി, യുനോ, സ്റ്റക്കായി പോയി, യുനോ. ബട്ട് ഐ വാണ്ടഡ് ഹിം ടു കട്ട് ദം. എത്ര പ്രാവശ്യം ഡോക്ടറെ ഞാൻ കേൾക്കുന്നുണ്ട്, ഡോക്ടർ ഞാൻ കണ്ണാ കം കട്ട്. ശ്രീ ഒന്നുമില്ല. മോസ്റ്റ് സെലിബ്രിറ്റി മദർഹുഡ് അല്ലേ അത്? ഐ ഡോണ്ട് നോ അബൌട്ട് മോർ. ഐ എൻജോയ് ഇറ്റ്. അല്ലല്ല, യൂട്യൂബിനൊക്കെ മുമ്പ് കേട്ടോ. യൂട്യൂബ് വന്നപ്പോൾ യൂട്യൂബ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോ എല്ലാരും പ്രസവിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും. കളിയാക്കിയ ആൾക്കാർ വരെ അവര് വരെ ഇന്ന് എല്ലാം യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും നമ്മൾ ഐറണി ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കർമ്മ എക്സാക്ട്ലി. ഞാൻ ഏറ്റവും പറയുന്നത് നമുക്ക് ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫ് വിൽ ബ്രിങ് യു ബാക്ക് ദെയർ. അപ്പം എന്ത് ചെയ്യും? അതാണ് ഞാൻ കണ്ട ഒരു ജീവിതത്തിലൊരു പാഠം. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എനിബഡി. വൺ ഡേ ഐ ക്യാൻ ബി ദെയർ, യു ക്യാൻ ബി ഹിയർ. പറയാൻ പറ്റുമോ? മേ ബി ദൈവം സഹായിച്ച് വിഷ്ണു വലിയൊരു ബോളിവുഡ് സ്റ്റാറായ ഫസ്റ്റോ ബെസ്റ്റോ ഫസ്റ്റ് അല്ല, നല്ല നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. എന്തേ എനിക്ക് സ്റ്റാർ ആവണ്ട? അതാവണ്ട. അത് നിങ്ങൾക്ക് ആവണ്ട എന്ന് പറഞ്ഞാല് നിങ്ങളെ കണ്ട ഒരു വിഷ്ണു മഞ്ചോന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം കേമാ. അല്ലല്ല, വിഷ്ണു മഞ്ചു നല്ല ആക്ടറാ. വിഷ്ണു കേട്ടാ, ഞാൻ മര്യാദയ്ക്കാ പറഞ്ഞു. പുള്ളിക്ക് മലയാളം അറിയില്ല. ശ്വേതമേനോൻ സ്ത്രീകളെ പറ്റിയിട്ട് ആണുങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ശ്വേതമേനോൻ എന്താ പറയാനുള്ളത്? ഡോണ്ട് ടേക്ക് us lightly. We will bounce back. ഈസി ആയിട്ട് എടുക്കരുത്, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ. അത് ആണുങ്ങൾക്കല്ല, ഇറ്റ്സ് ഫോർ വിമൻ ഓൾസോ. ഇപ്പോൾ സ്ത്രീകളും അത്ര തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ഇപ്പോൾ. Men or women, who is more toxic in a relationship? It depends. Person to person. Yeah. I know gender ഇല്ല. Toxic has no gender. ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ട്രാൻസ്ഫോം ചെയ്യാൻ നിന്നിട്ടുണ്ടോ? അത് അയാളെ വിട്ടിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇല്ല. ഞാൻ ഒരാളെയും അതില്ല. ഞാൻ എത്രയോ റിയാലിറ്റി ഷോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ഫ്യൂച്ചറിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട്. One of the contestants is in the jail now. അന്ന് നമുക്കറിയാം ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും. അല്ല, അത് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ഒരാളുടെ റിയാക്ഷൻ വെച്ചിട്ട് മനസ്സിലാക്കാമല്ലോ. യുനോ. ഓക്കേ ഫൈൻ. എന്താ ഓട്ടോബയോഗ്രഫിക്ക് ടൈറ്റിൽ കൊടുക്കുക? എന്റെയോ? സ്റ്റോറി ഓഫ് എ ഗോ ഗെറ്റർ എന്ന് കൊടുക്കട്ടെ? ആലോചിച്ചു മെസ്സേജ് അയക്കാം. അങ്ങനൊന്നും പറ്റില്ല, അതിനുള്ള നേരമൊന്നുമില്ല.
അനശ്വരം. ഓ ഓക്കെ. അനശ്വരത്തില് ഫാന്റസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കോണ്ടന്റ്? ഫാന്റസി. അത് പറ. ഫാന്റസി ഞാൻ പറഞ്ഞതല്ലേ ടൈറ്റില്, കോണ്ടന്റ് പറ. ഫാന്റസി ഉണ്ടാവും. നല്ല മറ്റേ നമ്മൾ പറയില്ലേ, ചില ആണുങ്ങളുടെ പറ്റി ആലോചിക്കും, ആണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണ ആലോചിക്കും, അല്ലാതെ സെൽഫ് സോളോ ട്രിപ്പിന് പോകാൻ ആലോചിക്കും. ഫാന്റസി എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങളുണ്ട്. നല്ല മസാജ് കിട്ടാനുള്ള ഒരു നല്ല സ്ഥലത്ത് പോകാൻ നോക്കും. പിന്നെ കുറെ പൈസ ഫാന്റസി ചെയ്യും. പിന്നെ റിവൈൻഡ് ചെയ്യാൻ നോക്കും. അതാണ് ഫാന്റസി. ഗോ ബാക്ക് റിവൈൻഡ്. അത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. ഞാൻ റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും റീലിവ് ചെയ്യാൻ നോക്കും. സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്താ? നോ സീക്രട്ട്. ഉണ്ട്, എനിക്കറിയാം. സ്പിരിച്വാലിറ്റി. ഐ ബിലീവ് ഇൻ പവർ. ഐ പ്രേ. അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ പോയി ഇരുന്ന് ഭജനം കീർത്തനം ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. ഐ ബിലീവ് ഇൻ മൈ മദർ. ഐ ബിലീവ് ഇൻ മൈ അച്ഛൻ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഗോഡ് മൈ അച്ഛൻ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? നല്ല എണ്ണ തേച്ച് കുളിക്കും. സ്പിരിച്വലായിട്ട് പറ. അത് എണ്ണ തേച്ച് കുളിക്കാൻ എന്താ സ്പിരിച്വൽ? അല്ല, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം. സ്പിരിച്വൽ ആയിട്ട് പറ, താത്വികമായിട്ട് പറ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? അമ്പലത്തിൽ പോവും. അല്ലാതെ എൻ്റെ കുറച്ച് സ്പിരിച്വൽ ആൾക്കാരുണ്ട്, അവരെ ഇരുന്ന് വിളിച്ച് സംസാരിക്കും. ജസ്റ്റ് ടോക്കിംഗ് ഓൺലി ഹീൽസ്. നെവർ കീപ്പ് എനിത്തിങ്. എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ സ്ലേറ്റ് പോലെ ക്ലീൻ ആണ്. വൈറ്റ് ബോർഡ് അല്ലെ ബ്ലാക്ക് ബോർഡായിട്ട്. അല്ലാതെ കാര്യം എന്താ? അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കാര്യം എന്താ? അതുപോലെ ആയിരിക്കണം മനസ്സുറങ്ങും. പിന്നെ രാവിലെ നീട്ടിട്ട് വീണ്ടും എന്തെങ്കിലും കുശുമ്പ് കൊണ്ടായ രാത്രി ഡസ്റ്റ് എടുത്തോ. ടുമോറോ another day. Nice. Thank you for this beautiful time. Thank you. ജംഗർ റിലീസ് ആവുന്നു. അതെ. You are the protagonist. എൻ്റെ ജീവിതത്തിൽ life was like a jangar. Today I am in a big ship. That's how I would like to say. And July 4th, Jangar, and the tagline ആണ് every person has a foe behind them. And that is the actually mantra of every human being. And that is my life mantra, your life mantra. എല്ലാ ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവരും അവരെല്ലാവരുടെ ജീവിതത്തിൽ ഒരു ബിഹൈൻഡ് there is a person for them and there is one person for them. Yes. Enemy for them. ഈ രണ്ടാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അതെ, മനസ്സിലായോ? എല്ലാം നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പറ്റി ആരെയും കുറ്റം പറഞ്ഞാലാണ് നമ്മൾ വളരുക, അല്ലേ? കായ്ക്കുന്ന മാവിന്റെ മുകളിൽ എല്ലാ ആൾക്കാർ കല്ല്. ആ ഒരു കോൺസെപ്റ്റാണ് ജങ്കാർ. ഒരു തുരുത്തിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. അവിടെ കുറച്ച് ആൾക്കാർ വരുന്നു, എന്തൊക്കെയോ നടക്കും. ആ ഒരു ഇതിലാണ് ദ ഹോൾ തിങ്